പറഞ്ഞു വരുന്നത് ദാവൂദ് കഴിഞ്ഞ ദിവസം ഔട്ട് ഓഫ് ഫോക്കസിൽ ഈ വിഷയമാണ് ചർച്ചയായി കൊണ്ടുവന്നത്. അതായത് മീഡിയ കൊണ്ടുവന്നത് ഈ വിഷയമാണ്. പക്ഷേ ദാവൂദ് അവിടെ ഫസലിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ അന്നുണ്ടായ സാഹചര്യവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അത് പച്ച നുണയാണ് എന്നാണ് ഇപ്പോൾ സൈബർ ഹാൻഡിലുകളിൽ നിന്നും വ്യക്തമാവുന്നത്. അന്ന് ആ കൊലപാതകം നടന്നതിന് ശേഷം തലശ്ശേരിയിൽ നടന്ന വിഷയങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും ദാവൂദ് കഴിഞ്ഞ ദിവസം ഔട്ട് ഓഫ് ഫോക്കസിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും കള്ളമായിരുന്നു എന്നും മനഃപൂർവ്വം SDPIയെ താറടിച്ച് കാണിക്കാൻ വേണ്ടി, അതിൻ്റെ നേതൃത്വത്തെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയാണ് ദാവൂദ് ഈ പണി ചെയ്തിരിക്കുന്നതുമെന്നാണ് SDPIയുടെ സൈബർ ഹാൻഡിലുകളിൽ നിന്നും വ്യക്തമാവുന്ന കാര്യം. പറഞ്ഞു വരുന്നത് അന്ന് അവിടെ നടന്ന സംഘർഷത്തിന് ശേഷം, അല്ലെങ്കിൽ ഈ ഫസലിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾക്ക് ശേഷം അവിടെയുണ്ടായ സാഹചര്യം വിലയിരുത്തി ഞാൻ നേരിട്ട് ദൃക്സാക്ഷിയായി എന്ന് പറഞ്ഞുകൊണ്ട് ദാവൂദ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് മുഴുവൻ കള്ളമാണ് എന്ന് ഇപ്പോൾ തെളിവുകളോടെ പുറത്തായിരിക്കുന്നത്. അഥവാ ദാവൂദ് മനഃപൂർവ്വം ഇവർക്കെതിരെ, SDPIക്കെതിരെ ഒരു വ്യാജ പ്രചരണം ഉണ്ടാക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത്. ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടി അതിനുവേണ്ടി തന്നെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം സോഷ്യൽ മീഡിയയിൽ കാണാനിടയായി. അത് നമ്മൾക്കൊന്ന് കണ്ടു നോക്കാം. ഇന്ന് ഔട്ട് ഓഫ് ഫോക്കസുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ ദാവൂദ് ഒരു മനഃപൂർവ്വം ഒരു കളവ് പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ആ കളവ് ഞാനിവിടെ കേൾപ്പിക്കാം. ജനറൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു. പോസ്റ്റ്മോർട്ടം നടപടി അവിടെയാണ്. ആ ദിവസം ഞാൻ തലശ്ശേരിയിലുണ്ട്. പെരുന്നാൾ ഷോപ്പിങ്ങിന് വേണ്ടി പോയതാണ്. അപ്പോൾ തലശ്ശേരി ജനറൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് ആക്ച്വലി അതൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് കൂടിയാണ്. അതിൻ്റെ ഒരു എൻഡിലാണ് ഈ ജനറൽ ഹോസ്പിറ്റൽ. ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ആ പ്രദേശം മുഴുവൻ ജനനിബിഡമാണ്. ഈ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാൽ നിറഞ്ഞിരിക്കുകയാണ്. അപ്പം ഈ അവിടെ ആ ജനറൽ ഹോസ്പിറ്റലിൻ്റെ മതിലിൻ്റെ മകളിൽ ഇദ്ദേഹം കയറി നിൽക്കുന്നു. പിന്നെ അന്നത്തെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാവ്, പോപ്പുലർ ഫ്രണ്ടാണ് NDF ആണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, ഈ അബൂബക്കർ അതിൽ കയറി നിന്നിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റാണിത്. ആ രംഗം ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്. മൈക്കൊന്നുമില്ല. ഇദ്ദേഹം അതിൽ കയറുന്നതോടുകൂടി നിശബ്ദമാകുകയാണ് ഈ പാരാവാരം. നമ്മുടെ സഹോദരൻ ഫസൽ രക്തസാക്ഷിയായിരിക്കുന്നു. ഫസലിൻ്റെ കൊലപാതകത്തിന് പിറകിൽ CPMകാർ ആകരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം അതായത് രണ്ട് കാര്യങ്ങളാണ് അതിലുള്ളത്. ഒന്ന്, ഫസലിൻ്റെ രക്തസാക്ഷ്യം നടന്ന് പോസ്റ്റ്മോർട്ടം നടന്ന്